ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലകൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, അർഹമുറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തും കൃപയും അനുഗ്രഹവും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ. മുസ്ലിമായി നല്ല മനുഷ്യരായി അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഇസ്ലാമിക സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടാനുള്ള ഈ ഒരു ഭാഗ്യം, ഇതൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ വിഷയം ഇവിടെ നമ്മളോട് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് അൽ ഉസൂലു സലാസ എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ ജുമുഅക്ക് നമസ്കരിച്ച് വളരെ കുറച്ച് ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകന്റെ പേരിൽ സ്വലാത്തൊക്കെ നിർവഹിച്ചുകൊണ്ട് നമ്മൾ ഒരു ദീനീ വിജ്ഞാന സദസ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും റബ്ബിൻ്റെ റഹ്മത്ത് നമുക്കുണ്ടാകും. നാളെ നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ മനസ്സ് അതിൽ നല്ല ചിന്തയാണ് എങ്കിൽ അല്ലാഹു തആല നമ്മുടെ നന്മയുടെ തുലാസിൽ ഇത് വലിയ ഘനം തൂങ്ങുന്ന ഒരു അമലാക്കി അല്ലാഹു തആല കബൂൽ ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ പല ബുദ്ധിമുട്ടുകളും തിരക്കുകളും ഉള്ള ആളുകളായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ അല്ലാഹുവിൻ്റെ പ്രതിഫലം ഓർത്തുകൊണ്ട് ഇത് ആദ്യാവസാനം നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു തരം വലിയ ഗംഭീര ശബ്ദത്തിലുള്ള ഒരു പ്രഭാഷണമല്ല ഇത്. ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ക്ലാസ്സാണ്. ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള വിഷയം ഞാൻ സൂചിപ്പിച്ചു, അൽ ഉസൂലു സലാസ എന്ന് പറഞ്ഞാൽ 3 അടിസ്ഥാന തത്വങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. 3 അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു കിതാബ് വളരെ ലളിതമായിട്ടുള്ള ചെറിയ ഒരു 4 പേജുള്ള ഒരു കിതാബാണ്.
ഇത് രചിച്ചിട്ടുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹമാണ്. അദ്ദേഹം ഏകദൈവ വിശ്വാസത്തിൻ്റെ, ഏകദൈവ ആരാധനയുടെ പ്രബോധന വിഷയത്തിൽ ഒരുപാട് ത്യാഗങ്ങളും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും ഒക്കെ സഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. ഒരുപാട് അഖീദയുടെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് ലോകപ്രസിദ്ധമായിട്ടുള്ള തൗഹീദ് വ്യക്തമാക്കുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിതാബുൽ കബായിർ, വൻ പാപങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. കിതാബ് ഉസൂലുൽ ഈമാൻ, ഈമാന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസം, മലക്കുകളുടെ ജോലി, മലക്കുകളുടെ മറ്റുള്ള സംഗതികളൊക്കെ വിശദീകരിക്കുന്ന ഖുർആനിൻ്റെയും സ്വഹീഹായ ഹദീസുകളുടെയും വെളിച്ചത്തിൽ വിശദീകരിക്കുന്ന ഗ്രന്ഥമുണ്ട്. അൽ ഖവാഇദുൽ അർബഅ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗ്രന്ഥമുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ട്, അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഇസ്ലാമിക വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അതിലൊന്നാണെന്ത്, ചെറിയ ഒരു 2-3-4 പേജുള്ള ഒരു ഗ്രന്ഥം, അൽ ഉസൂലു സലാസ, 3 അടിസ്ഥാന തത്വങ്ങൾ. ഇതെഴുതിയിട്ടുള്ളത് ഞാൻ സൂചിപ്പിച്ചു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല എന്ന് പറയുന്ന മഹാനവറുകളാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിൻ സുലൈമാൻ ബിൻ അലി അത്തമീമി എന്നുള്ളതാണ്. അദ്ദേഹം ഹിജ്റ 1115 ഉയൈന എന്ന് പറയുന്ന പ്രദേശത്ത്, നജ്ദ് എന്ന് പറയും, അവിടെ ഉയൈന എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ഇൽമ് അതുപോലെ തന്നെ ദീനി വിജ്ഞാനമൊക്കെ ഉള്ള ഒരു വീട്ടിലാണ് അദ്ദേഹം ജന്മം കൊണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ മുസ്ലിമാണെന്ന് പറയുന്ന ആളുകളും അല്ലാത്തവരുമൊക്കെ കൊടും ഷിർക്കിലായിരുന്നു. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം, ബഹുദൈവ ആരാധന. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, കല്യാണം കഴിച്ചും കുഞ്ഞുങ്ങളെ പ്രസവിക്കാത്ത സ്ത്രീകൾ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരങ്ങളോട് ദുആ ചെയ്തിരുന്ന കാലഘട്ടമായിരുന്നു എന്നുള്ളതാ. സ്ത്രീകൾ ചില പ്രത്യേക മരങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ആ തീനി വലതൻ കബലൽ ഹൗൽ, എനിക്ക് ഒരു വർഷത്തിന് മുമ്പായിട്ട് ഒരു കുട്ടിയെ പ്രദാനം ചെയ്താലും എന്നിങ്ങനെ പറയുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കടുത്ത ബഹുദൈവ വിശ്വാസം, ബഹുദൈവ ആരാധനകൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇസ്ലാമിക ദഅവത്തുമായി കടന്നു വരുന്നത്. അദ്ദേഹം നിരന്തരം യാത്രകൾ ചെയ്തിട്ടുണ്ട്, മക്കയിലേക്കും മദീനയിലേക്കും ബസറയിലേക്കുമൊക്കെ. എന്തിനാണ് യാത്ര? ത്വലബല്ലിൽ ഇൽം, വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട്, ഇസ്ലാമികമായിട്ടുള്ള അറിവുകൾ നേടുന്നതിന് വേണ്ടിക്കൊണ്ട്. അദ്ദേഹം, പ്രിയമുള്ളവരെ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഹിജ്റ 1206 വഫാത്തായി എന്നുള്ളതാണ്. ഹിജ്റ 1206. ഇനി നമുക്ക് എന്താണ് ഈ 3 അടിസ്ഥാന തത്വങ്ങൾ എന്നുള്ള കാര്യം നമ്മൾക്ക് ഒന്ന് ചുരുക്കി പറയാം. ഒന്ന്, അൽ അസ്ലുൽ അവ്വൽ മഅരിഫത്തുർ റബ്ബ്, റബ്ബിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിന്റെ നാഥനെ നീ കൃത്യമായി അറിയുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, തെളിവുകൾ കൊണ്ട് ഇസ്ലാം മതത്തെ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ തത്വമായിട്ട് അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് മഅരിഫത്തു നബിയ്യിക്കും മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നീ കൃത്യമായി മനസ്സിലാക്കണം. ഇങ്ങനെ 3 തത്വങ്ങളാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ ഏതൊരു നന്മ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വെരി ഗുഡ്, ബിസ്മി ചൊല്ലണം, അല്ലേ? ഈ കിതാബും അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാ.
പരമകാരുണികനും കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഇത് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഈ 3 തത്വങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാണ്. ഇഅലം റഹിമകല്ലാ, ഇഅലം നീ മനസ്സിലാക്കുക, നീ അറിയുക, റഹിമകല്ലാ അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. ഇദ്ദേഹത്തിൻ്റെ ഈ മഹാന്റെ കിതാബിലെ പല ഭാഗത്തും ഇങ്ങനെയുള്ള പദങ്ങൾ നമുക്ക് കാണാം. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് റഹിമകല്ലാ അള്ളാഹു നിനക്ക് അനുഗ്രഹം ചൊരിയട്ടെ, അള്ളാഹുവിൻ്റെ കൃപ കടാക്ഷങ്ങൾ നിനക്കുണ്ടാകട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു രീതിയാണ്. അതായത് നമ്മൾ ദീനീപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു പ്രാർത്ഥന, ഒരു ചെറിയ പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനുള്ള ഒരു ദുആയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ് അന്നഹു യജിബു അലൈന തഅല്ലുമു അർബഅ മസായിൽ, 4 കാര്യങ്ങൾ നീ മനസ്സിലാക്കുക, അത് നിർബന്ധമാകുന്നു. ഈ 3 തത്വങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ഇത് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. അൽ മസ്അലത്തുൽ ഊല അൽ ഇൽം, ഒന്നാമതായിട്ട് ഇൽമ്, അറിവുണ്ടാകണം എന്നുള്ളതാണ്. അറിവെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ടി വിയിലൂടെയോ പത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ജനറൽ നോളേജ് ഇതൊന്നുമല്ല. ഇവിടെ അറിവെന്ന് പറഞ്ഞാൽ, ഇൽമെന്ന് പറഞ്ഞാൽ വഹുവ മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. വമഅരിഫത്തു നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല. ഇൽമ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം 1-ാമത്തെ പോയിന്റ് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയുക, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുക, അതോടൊപ്പം തന്നെ ഇസ്ലാമിനെ തെളിവിൻ്റെ വെളിച്ചത്തിൽ. വെറുതെ മുസ്ലിം തറവാട്ടിൽ ജനിച്ചു, വാപ്പ മുസ്ലിമായി, ഉമ്മ മുസ്ലിമായി, അങ്ങനെ ഒരു യാന്ത്രികമായ ജീവിതമല്ല. കൃത്യമായിട്ട് എന്തുകൊണ്ട് ഞാൻ മുസ്ലിമായി, എന്തുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നു, എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ സർവശക്തനായിട്ടുള്ള റബ്ബിനെ മാത്രം ആരാധിക്കുന്നു എന്നുള്ള ആ ബോധം അത് ഉണ്ടാകണം എന്നാണ്. അതോടൊപ്പം തന്നെ വമഅരിഫത്തു നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ മനസ്സിലാക്കണം. വമഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, തെളിവിൻ്റെ വെളിച്ചത്തിൽ ഇസ്ലാമിനെ അറിയണം. 2-ാമത്തെ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് അൽ അമലു ബിഹി എന്നുള്ളതാണ്. ഇതേ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനെ കുറിച്ച് എനിക്കറിയാം, നബിയെക്കുറിച്ച് എനിക്കറിയാം, ദീനിനെ കുറിച്ച് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടൊരു മൂലക്കിരിക്കല്ല. മറിച്ച് എന്താ? അൽ അമലു ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കണം. ജീവിതത്തിൽ ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും മുസ്ലിമിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളാവണം. അതാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ടോ 3-ാമത്തെ പോയിന്റ് പറയുന്നത് അദ്ദഅവതു ഇലൈഹി, നമ്മൾ സത്യം അറിഞ്ഞ് ഇതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? ജനങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കണം. ജനങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് അള്ളാഹിനെ കുറിച്ചറിയാം, റസൂലിനെ കുറിച്ചറിയാം, ദീനിനെ കുറിച്ചറിയാം, നമ്മൾ അതൊക്കെ അനുസരിച്ച് ജീവിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഒരാൾ മദ്യപിക്കുന്നു, അങ്ങനെയുള്ള ആൾ ഉണ്ടാകാതിരിക്കട്ടെ, ആമീൻ. പക്ഷേ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, നന്മയിലേക്ക് ക്ഷണിക്കേണ്ടുന്ന കടമയും കടപ്പാടും ആരുടേതാണ്? നമ്മുടേതാകുന്നു. മനസ്സിലായല്ലോ? അദ്ദഅവതു ഇലൈഹി, അള്ളാഹിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കണം. ഇനി ഇപ്പോൾ നമ്മൾ മദ്യപാനത്തിൻ്റെ കാര്യം മാത്രമല്ല, കഠിനമായിട്ടുള്ള ഷിർക്കിലേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടാകും. അവരെ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണം. പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് ഒരു ലളിതമായ സംഗതിയല്ല, നിസ്സാരമായ കാര്യമല്ല. പ്രയാസങ്ങളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും, അടിയും ഇടിയും ഉണ്ടാകാം. നന്മയെ സംബന്ധിച്ച ആളുകളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് അൽ മസ്അലത്തു റാബിഅ അസ്സുബ്റു അലൽ അദാ ഫീഹി, ഇങ്ങനെ ദഅവത്തൊക്കെ നടത്തി ഇസ്ലാമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രയാസങ്ങളുണ്ടാവും, ഉപദ്രവങ്ങളുണ്ടാവും. അപ്പം എന്ത് ചെയ്യണം? അസ്സുബ്റു, ക്ഷമിക്കണം, അലൽ അദാ ഫീഹി, ഇതിൻ്റെ പേരിലുണ്ടാകുന്ന ഉപദ്രവങ്ങളുടെ പേരിൽ.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ബിംബങ്ങളെയോ വിഗ്രഹങ്ങളെയോ മഹാത്മാക്കളെയോ ഒക്കെ ആരാധിക്കുന്ന ഒരാളോട് നിങ്ങൾ ഏകനായ റബ്ബിനെ, നമുക്ക് കണ്ണ് തന്ന, കാത് തന്ന, ഹൃദയം തന്ന, ജീവൻ തന്ന, റിസ്ക് തന്ന, ഈ അണ്ടകടാഹങ്ങളെ പടച്ച സർവശക്തനായിട്ടുള്ള റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം, ഒരുപക്ഷെ എന്തുണ്ടാകും, വലിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അപ്പം അതുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? എന്നാൽ ഞാൻ ഇനി ദഅവത്ത് നടത്തുന്നില്ല, ഞാൻ ഇനി ആരോടും നന്മയെക്കുറിച്ചൊന്നും പറയുന്നില്ല, ഞാൻ ഇനി ആരോടും നമസ്കരിക്കാൻ വേണ്ടി പറയുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? അസ്സബ്റു അലൽ അദാഫിഹി. ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമാപൂർവം മുന്നോട്ട് പോകണം. ഈ 4 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വെറുതെ പറയല്ല, തെളിവിൻ്റെ വെളിച്ചത്തിൽ പറയാം. അദ്ദേഹം ഇത് തെളിവായിട്ട് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ എന്നുള്ള ഈ സൂറത്താണ്. ഇതിൽ പറയുന്നത് എന്താ? കാലം തന്നെയാണ് സത്യം. എന്നിട്ട് പറയാണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീർച്ചയായും നാശനഷ്ടത്തിലാണ്. 4 വിഭാഗം ഒഴികെ, ആ 4 വിഭാഗമാണ് നമ്മൾ 4 പോയിന്റുകളായിട്ട് സൂചിപ്പിച്ചത്. ഇല്ലല്ലദീന ആമനു, ഒന്നാമതായിട്ട് എന്ത് വേണം? ഈമാൻ ഉണ്ടാവണം. എന്നിട്ട് പറയാ വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. എന്നിട്ടോ വതവാസൗ ബിൽ ഹഖ്, ഹക്ക് പരസ്പരം ഉപദേശിക്കണം, നന്മ പരസ്പരം ഉപദേശിക്കണം. നമ്മുടെ വീട്ടിലുള്ള ഒരാള് ഹറാമുകൾ ചെയ്യുമ്പോൾ, ഷിർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഉപദേശിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതാണ് ഈ സൂറത്തിൽ പറയുന്നത്. വതവാസൗ ബിൽ ഹഖ്, ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. എന്നിട്ട് പറയാണ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കണം. ഇങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കും എന്ന് വിചാരിക്കുക. ഒരാൾ വിചാരിക്കുകയാണ്, ഞാനൊരു അനാഥ കുട്ടിയെ കല്യാണം കഴിക്കും, വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിലേ. അപ്പം അയാളുടെ മനസ്സിലെന്താ അറിയോ? ഒരു യതീമിനെ സംരക്ഷിച്ചാൽ സ്വർഗത്തിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കഴിയാം. വലിയ അള്ളാഹു പ്രതിഫലം നൽകുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു നന്മയാണത്. ആ നന്മ പറയുമ്പോൾ എതിർപ്പുകൾ വരും. അങ്ങനെയുള്ള ആളെ കല്യാണം കഴിക്കാൻ പാടില്ല. സ്വന്തം വീട്ടിൽ നിന്ന് ഏറെ നമ്മെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യും? നമ്മെ ഉപദേശിക്കും. മനസ്സിലായോ? ഒരു നന്മ പറയുമ്പോൾ നമുക്ക് അതിന് വെല്ലുവിളികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും നമുക്ക് പരിഹാസങ്ങൾ ഉണ്ടാകും, ആക്ഷേപങ്ങൾ ഉണ്ടാകും, നമ്മളെ കളിയാക്കും. പക്ഷെ അത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അതാണ് വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം നിങ്ങൾ ഉപദേശിക്കണം. ഈ സൂറത്തിൻ്റെ വെളിച്ചത്തിലാണ് മഹാനായിട്ടുള്ള ഇമാം അവറുകൾ ഈ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ സൂറത്തുണ്ടല്ലോ, അപ്പം നമുക്കൊക്കെ വൽ അസ്ർ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായിട്ട് കാണല. അതിപ്പോൾ എന്താണ് അതിൽ എന്നുള്ള പ്രിയമുള്ളവരെ, ഈ സൂറത്തിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുന്ന കാര്യം എന്താണെന്ന് അറിയാം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ലൗമാ അൻസലല്ലാഹു ഹുജ്ജത്തുൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത ലകഫതുഹും. അതായത് വിശുദ്ധ ഖുർആനിൽ വേറെ ഒരു സൂറത്തുമില്ല എന്ന് വിചാരിക്കുക. ഈ സൂറത്ത് മാത്രമാണ് അള്ളാഹുവിൻ്റെ കിതാബിൽ എങ്കിൽ ഇത് മാത്രം മതിയാകും. ഇത് മാത്രം മതിയാകുന്ന ജനങ്ങൾ നേരെ ചൊവ്വെ ജീവിക്കാൻ ഇത് മാത്രം മതി എന്നുള്ളതാണ്. കാരണം 4 അടിസ്ഥാന കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എന്നിട്ട് വഖാലൽ ബുഖാരി റഹിമഹുല്ല, ഇമാം ബുഖാരി തങ്ങൾ പറയാണ്, ബാബുൽ ഇൽമ്, ബാബ് അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. നമ്മൾ എന്തൊരു വാക്ക് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ച് മുമ്പ് എന്ത് വേണം? അറിവുണ്ടാകണം, ഇൽമുണ്ടാകണം. അറിയാതെ നിങ്ങളൊരു കാര്യം പറഞ്ഞു നോക്കൂ, അതിൽ വലിയ അബദ്ധങ്ങളുണ്ടാകും. ആ ജനങ്ങൾക്ക് ഇപ്പം എന്താ അറിയോ? ആരോടും മറുപടി പറയേണ്ടതില്ല എന്നുള്ള ഒരു വിചാരത്തിൽ എന്തും പറയുന്ന അവസ്ഥയാണ്.
അത് പാടുള്ളതല്ല. നമ്മൾ എന്തൊരു വാക്ക് പറയുമ്പോഴും ആളുകളോട് ഓരോന്ന് പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, നമുക്കതിനെക്കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടാകണം. അതാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്, അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. ഇമാം ബുഖാരി പറയാ, അതായത് പ്രവർത്തനം അതുപോലെ വാക്ക്, ഇതിന്റെ മുമ്പ് അറിവുണ്ടാകണം. അതെന്താണ്? ഖൗലുഹു തആല ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. സൂറത്ത് മുഹമ്മദിലെ ഒരായത്താണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ എത്ര കാലമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, എത്ര കാലമായി മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കിതാബിൽ പറയുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ മനസ്സിലാക്കണം, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെയുള്ള സകലമാന മനുഷ്യരോട് പറയുന്നു, ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ഒരു ശക്തിയുമില്ല എന്നുള്ള കാര്യം. എന്നിട്ടോ വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നീ റബ്ബിനോട് ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം. പാപങ്ങൾ പുറത്തു തരാൻ എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ അതിനുശേഷം നീ നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ വസ്തഗ്ഫിർ ലിദംബിക്, നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ റബ്ബിനോട് തേടണം എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കാര്യം, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞല്ലോ, അത് എന്താണ് എന്ന് ഇവിടെ ചുരുക്കി പറയുന്നുണ്ട്. അൽ ഊല, അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, നമ്മളെല്ലാവരും ഇത് ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നും, പക്ഷേ വളരെ അടിസ്ഥാന തത്വമാണ് ഇത്. എന്താണ് ഒന്നാമത്തെ പോയിന്റ് ഇവിടെ പറയുന്നത്? അന്നല്ലാഹ് ഖലഖനാ വറസഖനാ വലം യത്റുകനാ അമല. തീർച്ചയായും അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്, അവനാണ് നമുക്ക് റിസ്ക് നൽകുന്നത്. വലം യത്റുകനാ അമല, നമ്മളെ വെറുതെ അങ്ങോട്ട് വിടൂല. നമ്മളെ വെറുതെ ഈ മരവും സസ്യങ്ങളും ഇതൊക്കെ വീണ് നശിച്ച് പോകുന്നത് പോലെ നമ്മളൊക്കെ അങ്ങനെ പോകും എന്ന് വിചാരിക്കേണ്ടതില്ല. ബൽ അർസല ഇലൈനാ റസൂല, അള്ളാഹു എന്ത് ചെയ്തു? റസൂലുകളെ നിയോഗിച്ചു, ദൂതന്മാരെ നിയോഗിച്ചു. ഫമൻ അത്വഅഹു ദഖലൽ ജന്ന, ആ അംബിയ മുർസലീങ്ങളെ ആര് അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. എന്നിട്ടോ വമൻ അസാഹു ദഖലൻ നാർ, അംബിയാക്കളെയും മുർസലീങ്ങളെയും ധിക്കരിക്കുന്നവൻ നരകത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആലയാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്. അവൻ ഒരിക്കലും നമ്മൾ വെറുതെ വിടും എന്ന് വിചാരിക്കേണ്ടതില്ല. ഇതിനൊക്കെ തെളിവെന്താ പറയുന്നത്? ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ ഫഅസാ ഫിർഔനുർ റസൂല ഫഅഖദനാഹു അഖദൻ വബീലാ. സൂറത്തുൽ മുസ്സമിലെ 15-16 ആയത്തുകളാണ്. അല്ലാഹു തആല പറയാണ്, എന്താ പറയുന്നത്? ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും, തീർച്ചയായും നാം നിങ്ങളിലേക്ക് ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവര് ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്കെതിരെ സാക്ഷിയായിട്ട് പറയും. നമ്മൾ നേരെ ചൊവ്വി ജീവിച്ചില്ല എങ്കിൽ നമുക്കെതിരായിട്ട് അംബിയാക്കൾ മുർസലീങ്ങൾ അവരൊക്കെ സാക്ഷി പറഞ്ഞേക്കാം. കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലാ, ഏതുപോലെ ഫിർഔനിലേക്ക് റസൂലുകളെ അള്ളാഹു നിയോഗിച്ച പോലെ. അപ്പൊ എന്ത് ചെയ്തു ഫിർഔൻ? എന്താ ചെയ്തത്? പറയൂ. ഫറോവയെ കുറിച്ച് കേട്ടില്ലേ നിങ്ങൾ? ഈ പിന്നെ യൂട്യൂബ് അല്ലെങ്കിൽ CD ഇതൊക്കെ കേട്ടില്ലേ? ഫിർഔൻ, അദ്ദേഹത്തിന്റെ ജഡം ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അള്ളാഹു താല നിയോഗിച്ചു. ആരെയായിരുന്നു നിയോഗിച്ചത്? വെരി ഗുഡ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം, ആ 2 നബിമാരെയും നിയോഗിച്ചു. പക്ഷേ ഫഅസാ ഫിർഔനുർ റസൂല, ആ ഫറോവ എന്ന് പറയുന്ന വ്യക്തി റസൂലുകളെ ധിക്കരിച്ചു. അപ്പോ ഫഅഖദനാഹു അഖ്ദൻ വബീല, അതായത് ഫഅഖദനാഹു അഖ്ദൻ വബീല, വളരെ പെട്ടെന്ന് ഒരു രക്ഷയുമില്ലാത്ത രൂപത്തിൽ കഠിനമായ ഒരു പിടുത്തം, ഒരു ശിക്ഷ അവരെ ശിക്ഷിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയമുള്ളവരെ,
ഇന്നല്ലാഹ ലാ യർളാ അൻ യുശ്റക മഅഹു അഹദുൻ ഫി ഇബാദതി. അല്ലാഹു തആല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ലാ മലകുൻ മുഖറബുൻ, നിങ്ങൾ മുഖറബായ ഒരു മലക്കിനെ വിളിച്ചു തേടുന്നുവെങ്കിൽ, വലാ നബിയ്യുൻ മുർസലുൻ, നിയോഗിക്കപ്പെട്ട അംബിയ മുർസലീങ്ങളിലെ ഒരു റസൂലിനെയാണ് നിങ്ങൾ വിളിച്ചു തേടുന്നതെങ്കിലും അതൊന്നും തന്നെ ആ ശിർക്ക് അല്ലാഹു തആല തൃപ്തിപ്പെടുകയില്ല. എന്താ തെളിവ്? വദ്ദലീലു ഖൗലുഹു തആല വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. വിശുദ്ധ ഖുർആൻ പറയാണ് പ്രിയമുള്ളവരെ, വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനങ്ങൾ അത് റബ്ബിനുള്ളതാണ്. എന്നിട്ട് പറയാണ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റാരെയും വിളിച്ച് ദുആ ചെയ്യരുത്, ആരെയും വിളിച്ച് തേടിക്കൂടാ. നമുക്കൊരു വിഷമമുണ്ടായാൽ, ഒരു സങ്കടം ഉണ്ടായാൽ, ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, ലാ മലകുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ, ഒരു മലക്കിനോടോ ജിബ്രീലേ മീകായിലേ എന്ന് വിളിച്ച ആ മലക്കുകളോട് തേടാൻ വേണ്ടി പാടുള്ളതല്ല. മുത്തുനബിയെ എന്ന് വിളിച്ച് തേടാൻ വേണ്ടി പാടുള്ളതല്ല. ഒരു നബിമാരോടോ ഒരു മലക്കുകളോടോ ദുആ ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. സർവശക്തനായ റബ്ബിനോട് മാത്രം. എന്നിട്ട് പ്രിയമുള്ളവരെ, അദ്ദേഹം മൂന്നാമത്തെ ഒരു പോയിന്റ് പറയാണ്, അന്നമൻ അതാ റസൂൽ, തീർച്ചയായും റസൂലിനെ നിയോഗിക്കുന്നവൻ, റസൂലിനെ അനുസരിച്ചവൻ, അല്ലാഹുവിനെ ഏകത്വം, അല്ലാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നവൻ, ലാ യജൂസു ലഹു മുവാലാതു മൻ ഹദ്ദല്ലാഹു വറസൂല. മറ്റൊരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതായത് അല്ലാഹുവിനെയും റസൂലിനെയും ഒക്കെ അനുസരിക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും ശത്രുക്കളായ ആളുകളോട് ഇഴുകിച്ചേർന്ന ഒരു ബന്ധമുണ്ടാക്കാൻ വേണ്ടി പാടുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, മുസ്ലിം സമൂഹത്തെ ഉന്മൂലനാശം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് നമ്മൾ പറയാറില്ലേ, ഒരാത്മബന്ധം, അതുണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല. സാധാരണ ഹിന്ദുക്കളോടോ ക്രിസ്ത്യാനികളോടോ മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്നല്ല, അവരോട് മിണ്ടണം, സംസാരിക്കണം, ബന്ധമുണ്ടാകണം. അതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുന്ന സമയത്തേക്ക് കൊണ്ടുപോകാൻ. അള്ളാഹിൻ്റെ റസൂല് വഫാത്തായി കിടക്കുകയാണ്. റസൂല് കടബാധ്യതയുള്ളയാളായിട്ടാണ് മരണപ്പെട്ടു പോകുന്നത്. എന്താ കടം? യുദ്ധത്തിലൊക്കെ ധരിക്കാറുള്ള പടയങ്കി എന്ന് പറയുന്ന സംഗതി ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയത് എന്ന് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം പോലെയുള്ള ലോക പ്രസിദ്ധമായിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ റസൂലുള്ള കടെടുത്തുന്ന ആ കാലഘട്ടത്തിൽ ആരുടെ അടുത്ത് നിന്ന്? ഒരു ജൂതന്റെ അടുത്ത് നിന്ന്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അന്യമതസ്ഥരിൽ വെച്ച് ഏറ്റവും ശത്രുത ഇസ്ലാമിനുള്ളതാർക്കാ? ജൂതന്മാരോട്. ആ ജൂതന്റെ അടുത്ത് പോലും പണയം വാങ്ങിയിട്ടുണ്ട് ആര്? റസൂലുള്ള. എപ്പോ? മരിക്കുമ്പോൾ. നമുക്കറിയാം മദീനത്താണ് റസൂലുള്ളാന്റെ ഖബർ അല്ലേ? മദീനയിൽ പോയിട്ടില്ലേ നിങ്ങളെ? അള്ളാഹിന്റെ റസൂൽ എവിടെ വഫാത്തായിട്ടുള്ളത്? മദീനയിലാണ്. ആ മദീന മുനവ്വറയിൽ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ ശിഷ്യന്മാരായിട്ടുള്ള സ്വഹാബാ കിറാം എത്രയോ ആളുകൾ സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സമ്പന്നനായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു സമ്പന്നനായിരുന്നു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സമ്പന്നനായിരുന്നു. പ്രവാചകന്റെ മരുമകനാണ്. അവരൊക്കെ പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഒരു അക്ഷരം വീണാൽ അത് അപ്പടി ചെയ്യാൻ സന്നദ്ധരായി നിലകൊള്ളുന്നവരാണ്. പക്ഷേ ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം
ലോകത്തിനൊരു പാഠം നൽകാൻ വേണ്ടി ജൂതനായ മനുഷ്യന്റെ അടുക്കൽ നിന്ന് പണയം വാങ്ങി ആ നിലക്കാണ് മരണപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? ആ ജൂതന് അദ്ദേഹത്തിന്റെ മനസ്സിൽ മുസ്ലിങ്ങളോട് അങ്ങനെയുള്ളൊരു പകല്ല. അപ്പൊ മുസ്ലിങ്ങളുമായി സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ കഴിയുന്ന ആളുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രശ്നമല്ല. അതേ അവസരത്തിൽ മുസ്ലിങ്ങളെ ബോംബ് വെച്ച് കൊല്ലുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ തകർക്കുക, നശിപ്പിക്കുക, അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ, അവരുമായിട്ടൊരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അതാണ് ഇദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹം വെറുതെ പറയുന്നതല്ല. അതിനെന്താ തെളിവ്? സൂറത്തുൽ മുജാദില എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, സൂറ അൽ മുജാദില. അതിൽ 22-ാമത്തെ ആയത്താണ് അദ്ദേഹം പറയുന്നത്. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. വിശുദ്ധ ഖുർആൻ പറയാ, സൂറത്തുൽ മുജാദല. ഇതിൽ പറയുന്നത് എന്താ? അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത കാണിക്കുന്ന ആളുകളുമായി ഒരാത്മബന്ധം നമുക്ക് പാടുള്ളതല്ല. ഇതാ പറയുന്നത് മുവാലാത്ത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അദ്ദേഹം പറയാണ്, യഅലം അർഷദകല്ലാഹു ലിതഅതി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ യഅലം റഹിമകല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ തന്നെ നീ മനസ്സിലാക്കുക, അള്ളാഹു നിനക്ക് നേർവഴി കാണിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ, ഒരു ദുആയോടുകൂടെയാണ് അദ്ദേഹം അടുത്ത പോയിന്റ് പറയുന്നത്. എന്താ പറയുക? അദ്ദേഹം പറയാണ്, അന്നൽ ഹനീഫിയ മില്ലത്ത് ഇബ്രാഹിം. മില്ലത്തു ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിമി മാർഗം അതെന്താ? അത് ഋജുവായ, വളവും വക്രതയും ഇല്ലാത്ത, വ്യതിയാനങ്ങളില്ലാത്ത ശുദ്ധമായ നേർക്ക് നേരെയുള്ള പാതയാകുന്നു എന്ന് അദ്ദേഹം മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. അതെന്താണ്? അൻ തഅബുദല്ലാഹ വഹ്ദഹു, ഏകനായ റബ്ബിനെ മാത്രം നീ ആരാധിക്കുക എന്നുള്ളതാണ്. അള്ളാഹിനെ ആരാധിക്കുന്നു, മുത്തുനബിയെ ആരാധിക്കുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു, മലക്കിനെ ആരാധിക്കുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു, വേറെ മഹാത്മാക്കളെയും കല്ലിനെയും മുള്ളിനെയും ഒക്കെ ആരാധിക്കുന്നു. അതല്ല, മറിച്ച് അൻ തഅബുദല്ലാഹ വഹ്ദഹു, ഏകനായിട്ടുള്ള അള്ളാഹുവിനെ നീ ആരാധിക്കലാകുന്നു. എങ്ങനെ? മുഖ്ലിസൻ ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്. വബിദാലിക അമറല്ലാഹു ജമീഅൻ നാസ്, ഇത് അല്ലാഹു തആല മുഴുവൻ ജനങ്ങളോടും കൽപ്പിച്ചതാണ്. ഇതെവിടെയാ പറയുന്നത്? വിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിൽ പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു തആല പറയാണ്, ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, അവർ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ. നമ്മുടെ സൃഷ്ടിപ്പിന്റെ മുഖ്യമായ ലക്ഷ്യം എന്താ? ഏകനായ റബ്ബിനെ മാത്രം മുഴുവൻ ജനങ്ങളും മുഴുവൻ ജിന്നുകളും അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ് തത്വം എന്നുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു ആയത്ത് കൂടെ പറയുന്നുണ്ട്. അതെന്താ? അത് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഗുഡ്, ഏകദൈവ വിശ്വാസം. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകനാക്കുക. നമ്മുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. നമ്മുടെ മനസ്സെന്നുള്ള തേട്ടം, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിന് തൗഹീദ് എന്ന് പറയും. ആ തൗഹീദ് അത് അള്ളാഹുവിന് മാത്രം. അതാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ. അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, കണ്ടാ സലാം പറയണമെന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാമിക ശരീഅത്തിലുണ്ട്. പക്ഷേ ഇസ്ലാമിൽ ഏറ്റവും മഹത്വമേറിയിട്ടുള്ള അള്ളാഹു തആല കൽപ്പിച്ച കാര്യം എന്താ? അത് തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. അതെന്താ? അത് വഹുവ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ്. വഅഅലമു മാ നഹാ അൻഹു ശിർക്ക്. അതുപോലെ ഏറ്റവും വിലക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മദ്യം, വ്യഭിചാരം പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താ? ഹറാമാണ്. പക്ഷേ അള്ളാഹു വിരോധിച്ചതിൽ ഏറ്റവും മഹത്വമേറിയ വമ്പിച്ച ഗുരുതരമായിട്ടുള്ള തെറ്റേതാ? ഷിർക്ക്, ബഹുദൈവ വിശ്വാസമാകുന്നു.
വഹുവ ദഅവത്ത് ഗൈരിഹി മഅഹു. എന്താ ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാന്റെ കൂടെ മറ്റുള്ള ആളുകളോട് ദുആ ചെയ്യലാകുന്നു ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഇതിനെന്താ തെളിവ്? വദ്ദലീലു ഖൗലുഹു തആല വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അവനിൽ യാതൊന്നും നിങ്ങൾ പങ്കു ചേർക്കാൻ വേണ്ടി പാടുള്ളതല്ല. വലാ തുശ്രികൂ ബിഹി ഷൈആ, അല്പം പോലും, ഒട്ടും. ഷൈഅൻ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ, അത്ര പോലും, ലവലേശം പോലും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചു കൂടാ എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്താണ് ഈ അൽ ഉസൂലു സലാസ? ഇതൊക്കെ ആമുഖാണ് ഇത്രയും പറഞ്ഞത്. നിങ്ങൾക്ക് വിരസത അനുഭവിക്കരുത്. ഇൻഷാ അല്ലാഹ് റബ്ബ് നിങ്ങളുടെ ഈ ഓരോ നമ്മൾ ആയത്തൊക്കെ ഓതി കേൾക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അത് മലായിക്കത്തുകൾ രേഖപ്പെടുത്തും. റബ്ബിന്റെ കോടതിയിൽ ആരാരുമില്ലാത്ത ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന ഒരു പ്രവർത്തനമായി ഇത് മാറും, നമ്മുടെ നിയ്യത്ത് നല്ലതാണ് എങ്കിൽ. എന്നിട്ട് എന്താണ് ഒന്നാമത്തെ തത്വമായി നമ്മൾ നടയെ സൂചിപ്പിച്ചത്? അത് മഅരിഫത്തു റബ്ബ്, റബ്ബിനെ അറിയലാണ്. ഒന്നാമത്തെ തത്വം എന്ന് പറഞ്ഞാൽ റബ്ബിനെ അറിയലാണ്. അപ്പോ നമ്മോട് ഒരാൾ ചോദിക്കാണ് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? അപ്പൊ നമ്മൾ മരിച്ചു പോയാൽ നിങ്ങൾ കേട്ട് കാണും, ഖബറിൽ ആര് വരും? മലക്കുകൾ വരും, ചോദ്യങ്ങൾ ഉണ്ടാകും. എന്താ ചോദ്യം? ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് എന്നുള്ള ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് പറയണം? റബ്ബി അല്ലാഹ്. മൻ റബ്ബുക എന്ന് പറഞ്ഞാൽ റബ്ബി അല്ലാഹ് അല്ലദീ റബ്ബാനി വ റബ്ബാ ജമീഅൽ ആലമീന ബിനിഅമിഹി. എന്നെ പടച്ചിട്ടുള്ള, എന്നെ സംരക്ഷിക്കുന്നവനായ, എന്നെ പടിപടിയായി വളർത്തിയവനായിട്ടുള്ള എൻ്റെ നാഥൻ, അവനാണ് എൻ്റെ റബ്ബ് എന്ന് മാത്രമല്ല, മുഴുവൻ ജനങ്ങളെയും, മുഴുവൻ ലോകത്തെയും തൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് വളർത്തിയ, സംരക്ഷിച്ച ആ റബ്ബ്, അവനാണ് എൻ്റെ റബ്ബ്. വഹുവ മഅബൂദി ലൈസ ലീ മഅബൂദുൻ സിവാഹു. പ്രിയമുള്ളവരെ, അവനാണ് എൻ്റെ ആരാധ്യൻ. വഹുവ മഅബൂദി, അവനാണ് എൻ്റെ ആരാധ്യൻ. ആരാണ് എൻ്റെ ആരാധ്യൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലേ? ലൈസ ലീ മഅബൂദുൻ സിവാഹു, അവനോടൊപ്പം മറ്റൊരു ആരാധ്യനുമില്ല, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ആരാധ്യനും ഇല്ല എന്നുള്ളതാണ്. എന്താ തെളിവ്? വദ്ദലീലു ഖൗലുഹു തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തുൽ ഫാത്തിഹയിൽ പറയാണ്, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന്. അപ്പോൾ ഈ ആയത്ത് അതാണ് പഠിപ്പിക്കുന്നത്. പിന്നെ പ്രിയമുള്ളവരെ, നമ്മൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മുടെ റബ്ബ് അള്ളാഹു ആണെന്ന് എങ്ങനെ മനസ്സിലാക്കി? ബിമ അറഫ്ത റബ്ബക്, നിന്റെ റബ്ബിനെ നീ എങ്ങനെ മനസ്സിലാക്കി? തീർച്ചയായും നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കുദറത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കണമെന്നില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ, നമ്മുടെ ബ്രെയിന്, നമ്മുടെ ഈ നെഞ്ച്, ഇതിനകത്തുള്ള സംവിധാനങ്ങൾ, ഇതിൻ്റെയൊക്കെ വ്യവസ്ഥകൾ, അതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയില്ല, ആർക്കും കഴിയില്ല. അത് ജലാലായ റബ്ബുൽ ഇസ്സത്തിന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് എങ്ങനെയാണ് നീ റബ്ബിനെ മനസ്സിലാക്കിയത് എന്ന് നമ്മൾ കൃത്യമായി അറിയണം. നമ്മുടെ വാപ്പ മുസ്ലിമായി, ഉമ്മ മുസ്ലിമായി, നമ്മുടെ മഹല്ല് മുസ്ലിങ്ങളാണ്, അങ്ങനെ മുസ്ലിമായതല്ല. മറിച്ച് എന്ത് ചെയ്യണം? ഇതിൽ പറയാണ് വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹിൽ ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 37-ാമത്തെ ആയത്ത്. എന്താ? വമിൻ ആയാതിഹി, അല്ലാഹു ഉണ്ട്, അല്ലാഹുവാണ് നിന്റെ റബ്ബ് എന്നുള്ളതിന് എന്താ തെളിവ്? അല്ലയിൽ, രാത്രിയാണെന്നാണ്. ഇതാരെ പറയുന്നത്? വിശുദ്ധ ഖുർആൻ പറയാം. രാത്രി കണ്ടിട്ട് നമുക്ക് എങ്ങനെയാ എൻ്റെ റബ്ബാണ് അല്ലാഹു എന്ന് മനസ്സിലാകുക? അതിലൊരുപാട് കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. സൂറത്തുൽ ഖസസിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഖിയാമത്ത് നാൾ വരെ എന്നും രാത്രിയാണ് എങ്കിൽ ആരുണ്ട് നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുവരാൻ?
മനസ്സിലായോ? ഒന്ന് ആലോചിച്ചോ നിങ്ങൾ. എന്നും രാത്രി ആയിരിക്കണമെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? കണ്ണുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. നേരെ തിരിച്ചും ചോദ്യമുണ്ട്. എന്നും പകലാണ് എങ്കിൽ ആരാണ് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഇരുട്ട് രാവ് അതാരാണ് നിങ്ങൾക്ക് കൊണ്ടുവരിക എന്ന് സൂറത്തുൽ ഖസസിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. അപ്പോൾ മിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും അതൊക്കെ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. നമുക്കറിയാം, നമുക്ക് തോന്നുമ്പോൾ ഈ ഭൂമിയാണ് ഏറ്റവും വലുത്. സൂര്യനും ചന്ദ്രനും ഒക്കെ എന്താണ്? ചെറുതായിട്ട്, അല്ലെ ഒരു പപ്പടം അല്ലെങ്കിൽ ഒരു ചപ്പാത്തി, അല്ലെ ഒരു പത്തിരി, അത്രയൊക്കെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ ഈ പ്രവിശാലമായിട്ടുള്ള ഭൂമി, ഈ ഭൂമിയേക്കാൾ എത്രയോ ലക്ഷം മടക്ക് എന്തുണ്ട്? ഭാരം അല്ലെങ്കിൽ വലിപ്പുണ്ട് സൂര്യനുണ്ട് എന്നാണ് സയൻസ് ഒക്കെ പറയുന്നത്. അതാ വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, നിന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ രാത്രി പകല് സൂര്യൻ ചന്ദ്രൻ. എന്നിട്ടോ അല്ലാഹു തആല പറയാണ്, ലാ തസ്ജുദൂ ലിശംസി, അതുകൊണ്ട് നീ സൂര്യന് സുജൂദ് ചെയ്തുകൂടാ, സൂര്യന് സുജൂദ് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. വലാലിൽ ഖമർ, ചന്ദ്രനും സുജൂദ് ചെയ്തുകൂടാ. വസ്ജുദൂ ലില്ലാഹ്, പിന്നെ ആർക്കാ സുജൂദ് ചെയ്യേണ്ടത്? അല്ലാഹുവിനാണ്. അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, ഈ സകല സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളും സകലതും സൃഷ്ടിച്ചവനായ റബ്ബ്, ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, സുജൂദ് ചെയ്യുക, അവനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ റബ്ബിനെ മനസ്സിലാക്കണം. നമ്മൾ റബ്ബിന്റെ കുദ്റത്ത് നമ്മുടെ ശരീരത്തിലുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ നെഫ്സിൽ ഉള്ള ശരീരത്തിലുള്ള ഈ വ്യവസ്ഥകളെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അഫലാ തുബ്സിറൂൻ, കണ്ടറിയുന്നില്ലേ എന്ന് ചോദിക്കാൻ. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലൊക്കെ കിഡ്നി പേഷ്യൻ്റ് എത്ര ഉണ്ട്? ആ കിഡ്നി, ആ അസുഖമൊക്കെ വന്നിട്ട് ലക്ഷങ്ങൾക്ക് വേണ്ടി ഉള്ള സ്വത്ത് വിറ്റ് ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുക, പരസ്യം കൊടുത്തിട്ടൊക്കെ. പക്ഷേ നമ്മൾ സുഖസുന്ദരമായിട്ട് അതിൻ്റെ ആ സംവിധാനം, അതിൻ്റെ ഉപയോഗം നമ്മൾ രാവും പകലും അനുഭവിച്ചു കൊണ്ടിരിക്കുക, അല്ലേ? അപ്പം നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിൻ്റെ ആ അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല എന്നുള്ളതാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഇവിടെ മറ്റൊരായത്ത് കൂടെ അദ്ദേഹം ഖുർആനിൽ ഒരു ആയത്ത് കൊടുക്കുന്നുണ്ട്, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ സിത്തതി അയ്യാം, ആകാശങ്ങളെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ഒക്കെ പറയുന്നു. എന്നിട്ടോ രാവും പകലും വരുന്നതിനെ കുറിച്ച് പറയുന്നു. വന്നുജൂമു മുസഖറാത്തിൻ ബിഅംരി, നക്ഷത്രങ്ങൾ അല്ലാഹു തആല നക്ഷത്രങ്ങളെ കീഴൊതുക്കി എന്ന് പറയുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാ. എന്നിട്ട് പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, എന്താണ് അള്ളാഹ് പറയുന്നത്? യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ ഏകനായ റബ്ബിനെ ആരാധിക്കുക. എന്നിട്ടോ അല്ലദീ ഖലഖക്കും, ആരാണ് ആ റബ്ബ്? നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണ് ആ റബ്ബ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? ഇതൊക്കെ ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകി അല്ലാഹു തആല അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് പ്രിയമുള്ളവരെ. എന്നിട്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ, റബ്ബ് അല്ലാഹു അവനാണ് ആരാധനക്ക് അവകാശപ്പെട്ടവൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, വളരെ അടിസ്ഥാനപരമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചുകൂടാ. അള്ളാഹു പൊരുത്തപ്പെടാത്ത, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. എന്താണെന്നോ, ഈ ശിർക്ക് എന്ന് പറയുന്ന സംഭവം ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുകയാണ്, ദുആ, ഖൗഫ്, റജാ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ഭയപ്പെടുന്നത് ആരെ മാത്രമേ ഭയപ്പെടാൻ പറ്റുള്ളൂ? അള്ളാഹിനെ മാത്രം. അപ്പം നമ്മൾ പട്ടിയെയും പട്ടിയുടെ പ്രശ്നമാണല്ലോ നമ്മുടെ നാട്ടിൽ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ ഭയപ്പെട്ടിരുന്നില്ലേ? അത് എന്താണ്? ഭൗതികമായ ചില വസ്തുക്കൾ, പാമ്പ് ചിലപ്പോൾ നമ്മളെ
കൊത്തിയെന്ന് വരും, നമ്മൾ ഭയപ്പെടണം. അതല്ല, അഭൗതികമായിട്ട് കണ്ണിൽ കാണാത്ത സ്പർശിക്കാൻ കഴിയാത്ത രൂപത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടത് ആരെയാണ്? റബ്ബിന് മാത്രം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. അവിടെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു സർപ്പക്കാവുണ്ട്. അപ്പോൾ അവിടെ എന്തോ ദേവതയുണ്ട്, ദേവനുണ്ട്. അതുകൊണ്ട് ആ മടക്കി കുത്തിയ ഡ്രസ്സൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് ഭവ്യതയോടുകൂടെ ഭയന്ന് അങ്ങനെ പോയാൽ അതെന്താണ്? ശിർക്കായി. കാരണം എന്താ? അത് വെറും കല്ലാണ് പ്രിയമുള്ളവരെ. ആ സർപ്പക്കാവിൽ സർപ്പത്തിന്റെ രൂപത്തിലുണ്ടാക്കിയത് പാറക്കഷ്ണമാണ്. അതെന്തല്ല, അത് സർപ്പോ. അവിടെ നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സർപ്പൊന്നും വരൂല. വന്നാൽ തന്നെ അതിന്റെ ഭാഗമല്ലായി നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതാണ്. അപ്പൊ ഭയം, അതുപോലെ പ്രതീക്ഷ. നമുക്ക് എന്ത് ചെയ്യണം? ഒരു വീടുണ്ടാക്കണം. ആ വീടുണ്ടാക്കാൻ പണം വേണം, മറ്റുള്ള കാര്യങ്ങൾ വേണം. നമുക്കൊരു ആഗ്രഹം, ആ ആഗ്രഹം റബ്ബേ ആ വീട് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള ആ പ്രതീക്ഷ ആരൊന്നും മാത്രമേ പാടുള്ളൂ. അതോടൊപ്പം തന്നെ തവക്കുൽ, ഭരമേൽപ്പിക്കുക. ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു വഴിക്ക് സഞ്ചരിക്കാൻ, ആ സഞ്ചാരം ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ എന്താണ് ആളുകൾ മറ്റ് പലരെയും എന്ത് ചെയ്യാണ്? തവക്കുൽ ചെയ്യുക. ചില വാഹനത്തിലൊക്കെ ചില ആൾ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ച് ഈ അമ്മ ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്നെഴുതി വെച്ചിട്ടുണ്ടാവും. അതെന്താണ്? ആ അമ്മ ഈ വാഹനത്തെ സംരക്ഷിക്കും എന്നുള്ളതാണ്. അതെന്താണ്? ശുദ്ധമായ ശിർക്കാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജല്ല ജലാലായ പടച്ച റബ്ബ്, ആ റബ്ബിലാണ് തവക്കുൽ ചെയ്യേണ്ടത്. തവക്കൽതു അലല്ലാഹ് എന്നുള്ള ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ഭക്തി ഇതൊക്കെ ആരോടെ പറ്റുള്ളൂ? അള്ളാഹുവിനോട്. എന്നിട്ട് പറയാണ് അൽ ഇസ്തിആനത്തു വൽ ഇസ്തിആദത്തു വൽ ഇസ്തിഗാസത്തു, സഹായം തേടൽ. നമുക്ക് പെട്ടെന്ന് പോകാണ്, പെട്ടെന്ന് ധൃതിയിൽ പോകുമ്പോൾ ഒരു വാഹനം എതിരെ വരികയാണ്, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? അതിന് രക്ഷ വേണം. അപ്പോ എൻ്റെ റബ്ബേ എന്ന് വിളിച്ച് പറയാണ്. അതെന്താണ്? തൗഹീദുള്ള ശരിയായ വിളിയാണ്. എന്നാ ഒരാൾ വിളിക്കാണ് എൻ്റെ മുത്തുനബി എന്ന് വിളിക്കാണ്. നബി ഒരിക്കലും മോശക്കാരല്ല, മറിച്ച് എന്താണ്? നബി ലോകത്തിന്റെ നേതാവാണ്. നബിയെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അള്ളാഹു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ കുടുംബത്തെക്കാൾ, നമ്മുടെ ഇണയേക്കാൾ, മാതാപിതാക്കളെക്കാൾ ആരെ സ്നേഹിക്കണം? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. പക്ഷെ ആ റസൂലിനെ ആ സന്ദർഭത്തിൽ വിളിക്കാൻ പറ്റുമോ? ഇല്ല. വാഹനം നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ, നമ്മുടെ ജീവൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ റബ്ബേ നമ്മൾ വിളിക്കേണ്ടത്. അതാണ് ഇസ്തിആനത്ത്, സഹായം തേടുക. സങ്കീർണമായ ഘട്ടത്തിൽ സഹായ തേട്ടം അതാര് മാത്രമേ? റബ്ബിനോട് മാത്രം. അതോടൊപ്പം തന്നെ അറവ്, നേർച്ച, ഇതൊക്കെ റബ്ബിന് മാത്രം. ഞാൻ ഇതിന് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം തെളിവുകൾ കൊടുത്തിട്ടുണ്ട്, ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതൊന്നും ഓതുന്നില്ല, കാരണം സമയദൈർഘ്യം ഭയന്നുകൊണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. രണ്ടാമത്തെ ഒരു കാര്യം ഇതിൽ പറയുന്നത് അൽ അസ്ലുസാനി എന്ന് പറഞ്ഞിട്ട് മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ലാണ്. ഇസ്ലാം മതത്തെ കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും, എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം, എന്തുകൊണ്ട് മുഹമ്മദ് റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ റസൂലായി സ്വീകരിക്കണം, എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പിൻപറ്റുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തെളിവിന്റെ വെളിച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം എന്നുള്ളതാ. ഇസ്ലാം എന്ന് പറഞ്ഞത് അദ്ദേഹം കൂടുതൽ അർക്കാനുൽ ഇസ്ലാമി ഖംസത്തുൻ, ഇസ്ലാം കാര്യങ്ങൾ എത്രയാ? 5 കാര്യങ്ങൾ അല്ലേ? അതൊക്കെ എന്താ പറയുക? അത് കുട്ടികളെ ചെറുപ്പത്തിൽ ഉസ്താദുമാർ വെറുതെ പഠിപ്പിച്ചതല്ല, മറിച്ച് എന്താ? ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് 5 കാര്യങ്ങളാണ്. ആ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് വ്യക്തമായി തെളിവിന്റെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അറിയണം എന്നുള്ളതാ. ഇനി ലാസ്റ്റ് പോയിന്റ് അൽ അസ്ലു സാലിസ്, മൂന്നാമത്തെ തത്വം മഅരിഫത്തു നബിയ്യിക്കും മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയുക. ആരാണ് നമ്മുടെ റസൂൽ? പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ പേരെന്താ? ഉമ്മയുടെ പേരെന്താ? ആമിന. അപ്പോ മക്കയിലുണ്ടായിരുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്കറിയാം കഅബാരാ പണിതത്, പരിശുദ്ധ കഅബാലയമാരാ പണിതത്? പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരാ പടുത്തുയർന്നത് അല്ലേ? ആ ഇസ്മായിൽ നബിയും ഹാജറും ഒക്കെ മക്കയിലായിരുന്നു. അവരുടെ സന്താന പരമ്പരകളിലാണ് ആര് വന്നത്? അറബികൾ വന്നത്.
ആ അറബകളിൽപ്പെട്ട ആളാണ് ഈ ഖുറൈശ് എന്ന് പറയുന്ന ഗോത്രം. അതിൽപ്പെട്ട ആളാണ് ആര്? അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള, പിന്നെ ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അദ്ദേഹമാണെന്ത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ റസൂലാണ് ഖാതമുൻ നബിയീൻ, അന്ത്യപ്രവാചകൻ. നബിക്ക് ശേഷം വേറെ റസൂലുണ്ടോ? ഇല്ല. ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നമ്മളെ ഈമാൻ ഖറാബായി അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പല ഭാഗത്തും ആരുണ്ട്? അഹമ്മദിയാക്കളുണ്ട്. അവർ പറയുന്നത് എന്താ? ഒരു പ്രവാചകനുണ്ടെന്നാ. എന്താണ്? മീർസ ഗുലാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അവസാന റസൂലാരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി എന്ന് പറയുന്നത് എത്രാമത്തെ വയസ്സിലാണ് നബി ആയത്? 40-ാമത്തെ വയസ്സിലാണ്. 63-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 23 കൊല്ലക്കാലഘട്ടമാണ് പ്രബോധകനായി ദഅവത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്. അതിൽ 10 കൊല്ലം എവിടെ ജീവിച്ചത്? മക്കയിലായിരുന്നു. പിന്നീട് മക്കയിൽ മുസ്ലിമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഹിജ്റ പോയത്. എവിടേക്ക് പോയത്? മദീന മുനവ്വറയിലേക്ക് പോയിട്ടുള്ളത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ 13 കൊല്ലം ജീവിച്ചു ദഅവത്തുമായിട്ട്. അങ്ങനെ റസൂലുള്ള 63-ാമത്തെ വയസ്സിൽ വഫാത്തായി. മനസ്സിലായല്ലോ പ്രിയമുള്ളവരെ? അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും വസലാസും വഇശ്റൂന ഫിന്നുബുവ, പ്രവാചകത്വം ലഭിച്ചിട്ട് 23 കൊല്ല കാലഘട്ടം എന്ത് ചെയ്തു? അദ്ദേഹം ജീവിച്ചു. അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് ഏതാണ്? വഹി കിട്ടിയത് എവിടുന്നാണ്? മക്കയിലെ ജബലുന്നൂർ, പ്രകാശ പർവ്വതം എന്ന് അറിയപ്പെടുന്ന ആ പർവ്വതത്തിന് മുകളിലുള്ള ഹിറാ ഗുഹ എന്ന് പറയുന്ന ഒരു ഗുഹയിൽ വെച്ചാണ്. അവിടെയാണ് നിങ്ങൾ പറഞ്ഞ സൂറത്ത് അവതരിച്ചത്. ഏത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതോടുകൂടി അദ്ദേഹം നബിയായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റസൂലായി. നബിയും റസൂലും വ്യത്യാസമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അൽ മുദ്ദസ്സിർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതുഹിർ എന്നുള്ള സൂറത്ത് അവതീർണമായപ്പോൾ അദ്ദേഹം റസൂലായി എന്നാ പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ബഅസഹുല്ലാഹു ബിന്നദാറത്തി അൻഷിർക്ക്, ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയും കല്ലിനെയും മുള്ളിനെയും ഒക്കെ ആരാധിക്കുന്ന ശിർക്കിൽ നിന്ന് ജനങ്ങളെ താക്കീത് ചെയ്യുവാൻ വേണ്ടിയാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഏകനായ റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ആരാധിക്കുക എന്നുള്ള തൗഹീദിന്റെ മാർഗത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. അതാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത് പ്രിയമുള്ളവരെ. എന്നിട്ട് പിന്നെ പറയാണ് അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി എന്ന് മാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാവാണ്, അഷ്റഫുൽ ഖൽഖാണ്, അംബിയാ മുർസലീങ്ങളുടെ സയ്യിദാണ്. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു. വിശുദ്ധ ഖുർആൻ തന്നെ പറയാ, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, താങ്കൾ മരിക്കും അവരും മരിക്കും. ഇത്രയൊക്കെ ദറജകളുള്ള സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നതാരാ? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഫാഅത്ത് ചെയ്യും ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് സ്വർഗപാനീയം കൊടുക്കും ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയൊക്കെ സ്ഥാനങ്ങളുള്ള റസൂലുള്ള വഫാത്തായി വിശുദ്ധ ഖുർആനിൽ പറയാണ്. എന്നിട്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ, ആ റസൂലുള്ള പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അപ്പം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ആ റസൂലിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പ്രവാചകനാണ്. ആ റസൂലുള്ള നൽകുന്ന സന്ദേശം പ്രിയമുള്ളവരെ, ഈ ലോകത്തു നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത്, ആ വിശ്വാസത്തിൽ മരണപ്പെട്ടു പോകാനുള്ള ഒരു തൗഫീഖ് നമുക്കുണ്ടാകണം അല്ലേ? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പ്രഖ്യാപിച്ച് അങ്ങനെ മരണപ്പെട്ടു പോകുന്ന ആൾ അവിടെ പോയി? സ്വർഗത്തിൽ. നമ്മൾ മരിക്കുന്ന മരണാസന്നനായിട്ടുള്ള ഒരാളോട് കലിമ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മുതിർന്ന ആളുകൾ പറയാറുണ്ടല്ലേ? അല്ലേ? എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെന്താണ്? ആരാധനക്കർഹനായിട്ട് അല്ലാഹുവല്ലാതെ മറ്റൊരു ശക്തിയും ഇല്ല എന്നുള്ള ആ അടിയുറച്ച പ്രഖ്യാപനം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.